ബൈസ് മലയാളം. +1 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത്. കേരള സ്റ്റേറ്റ് സിലബസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ചാപ്റ്റർ 2 ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിൽ കുറച്ച് ടേംസൊക്കെ നമ്മൾ പഠിച്ചു. ആ വീഡിയോ കാണാത്തവർ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ കാണുക കേട്ടോ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ഓപ്പറേറ്ററാണ്. ഓർ ഓപ്പറേറ്ററും ഓർ ഗേറ്റുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബൂളിയൻ ഓൾജിബ്ര എന്താണെന്നും അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻ എന്താണ്, അതുപോലെ തന്നെ ലോജിക്കൽ വേരിയബിൾസ് എന്താണ്, അങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ പഠിച്ചു അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഗേറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓർ ഗേറ്റ്. ഗേറ്റ് എന്തായിരുന്നു? ഒരു ഫിസിക്കൽ ഡിവൈസാണ്. ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള ഫിസിക്കൽ ഡിവൈസാണ് ലോജിക്കൽ ഗേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ഒരു ഓപ്പറേറ്റർ, ഓർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററും ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഗേറ്റുമാണ്. ഓർ ഗേറ്റാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓർ ഓപ്പറേറ്റർ. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ബൂളിയൻ ഓൾജിബ്രയിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓപ്പറേറ്റർ. അപ്പോൾ ആദ്യത്തെ ഓപ്പറേറ്ററാണ് ഓർ ഓപ്പറേറ്റർ. ഓക്കെ, അതായത് ലോജിക്കൽ അഡീഷൻ പെർഫോം ചെയ്യാനുള്ള, ലോജിക്കൽ അഡീഷൻ എന്ന് പറഞ്ഞാൽ 0യിലും 1ലും അഡീഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഓർ ഓപ്പറേറ്റർ. ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിസിക്കൽ ഡിവൈസിനെയാണ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. അതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. ഇറ്റ് ഗീവ് ഹൈ ഔട്ട്പുട്ട് ഇഫ് 1 or more ഓഫ് ഇറ്റ്സ് ഇൻപുട്ട്സ് ആർ ഹൈ. അതായത് ഗേറ്റിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇൻപുട്ട്സ്, ഒന്നോ അതിൽ അധികമോ ഇൻപുട്ട്സ് കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് അതിനൊരു ഔട്ട്പുട്ടും കിട്ടും. അപ്പോൾ ആ ഇൻപുട്ട്സിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഒരു ഇൻപുട്ടിൽ ഒന്നോ അതിലധികമോ ഇൻപുട്ട് ഹൈ ആണെങ്കിൽ, ഹൈ എന്ന് പറഞ്ഞാൽ 1 ആണ്, ട്രൂ ആണ്. ഓക്കെ, ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, വേറെ ഒന്നുമില്ല, ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇൻപുട്ട് എല്ലാം 0 ആണെങ്കിൽ മാത്രമായിരിക്കും എന്ത്? ഔട്ട്പുട്ട് 0 കൂട്ടുള്ളൂ. അല്ലാത്ത പക്ഷം എപ്പോഴും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇനി അത് നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഇറ്റ് ടേക്സ് 2 or more ഇൻപുട്ട് സിഗ്നൽസ് ആൻഡ് പ്രൊഡ്യൂസ് 1 ഔട്ട്പുട്ട് സിഗ്നൽ. എന്താണ്? ഒന്നോ അതിലധികമോ ഇൻപുട്ട് സിഗ്നൽ എടുത്തിട്ട് ഒരു ഔട്ട്പുട്ട് സിഗ്നലാണ് എന്ത് ചെയ്യുന്നത്? അത് ഔട്ട് ചെയ്യുന്നത്. ഇനി ഓർ ഓപ്പറേറ്റർ പെർഫോം ചെയ്യുന്ന ലോജിക്കൽ അഡീഷൻ ആണ്. ഓക്കെ, ആൻഡ് അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്, ഓർ ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് പ്ലസ് സിമ്പിളാണ്. പക്ഷെ പ്ലസ് എന്നല്ല നമ്മൾ ഇതിനെ വായിക്കുന്നത് കേട്ടോ, ഈ സിമ്പിൾ മാത്രമാണ് പ്ലസ്. ഓക്കെ, ഇതിനെ നമ്മൾ വായിക്കുന്നത് ഓർ എന്നാണ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ എ, ഇത് ഓർ സിമ്പിൾ ബി, ഇതിനെ നമ്മൾ എങ്ങനെ വായിക്കും? A+B എന്നല്ല വായിക്കുന്നത്, എ ഓർ ബി. പ്ലസ് ഇടുവാണെങ്കിൽ എന്താണ്? ഇവിടെ നമ്മൾ എന്താണ്? ഓർ ആണ്, ഓർ എന്നാണ് ഇതിനെ വായിക്കുന്നത്. ഓക്കെ, ഓർ എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ സിമ്പിളാണ് ഈ പ്ലസ് സിമ്പിൾ. അപ്പം ഇതിന് A+B എന്നല്ല വായിക്കുന്നത്, എ ഓർ ബി. ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ഗേറ്റ് പഠിക്കുമ്പോഴും ആ ഗേറ്റിന് ഒരു ഫംഗ്ഷനുണ്ട്. ആ ഗേറ്റിൻ്റെ ഫംഗ്ഷൻസും ഫീച്ചേഴ്സൊക്കെ നമ്മളിന്ന് കുറച്ച് നേരത്തെ വായിച്ചു. ഇനി ആ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, അതും പറഞ്ഞു. ഇനി ആ ഗേറ്റിന് എന്തുണ്ട്? ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ട്. അതുപോലെ തന്നെ ആ ഗേറ്റിന് ഒരു സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഗേറ്റിൻ്റെ സിമ്പിളാണിത്. ഓക്കെ, ഇവിടെ എ ബി എന്ന് പറയുന്ന 2 ബൂളിയൻ വേരിയബിൾസ്. ഈ എയിൽ ചിലപ്പോൾ 1 ആകാം, ചിലപ്പോൾ 0 ആകാം. ബിയിൽ എന്താണ്? ഇടയ്ക്ക് 1 ആകാം, ഇടയ്ക്ക് 0 ആകാം. അപ്പോൾ 0യും 1ഉം എന്ന് പറയുന്ന ലോജിക്കൽ വാല്യൂസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൽഫബറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? ലോജിക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. എയും ബിയും എന്താണ്? ലോജിക്കൽ വേരിയബിൾസ് ആണ്. അതാണ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഓർ ഗേറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ വരയ്ക്കണം. ഈ ഒരു ഷേപ്പിലാണ് എന്ത് വരുന്നത്? ഓർ ഗേറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഈ എന്ത് ചെയ്യണം? ഈ ഒരു സിമ്പിൾ, ഈ ഒരു ലോജിക്കൽ ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഇനി അപ്പോൾ ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. അതിൽ ഇൻപുട്ട്, ഒന്നാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതും, ഇത് രണ്ടാമത്തെ ഇൻപുട്ട്. ഈ 2 ഇൻപുട്ടും ഈ ഓർ ഗേറ്റിൽ കയറിയിട്ട് ഓർ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നു. എ ഓർ ബി, A+B അല്ല, എ ഓർ ബി എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു.
അപ്പോൾ ഇവിടെ 2 ഇൻപുട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ഇടയ്ക്ക് ആദ്യം എ എന്ന് പറയുന്നത് എയും ബി എന്ന് പറയുന്നത് 0 ആകാം, രണ്ടാമത്തെ പ്രാവശ്യം എ എന്ന് പറയുന്നത് 1 ആകാം, ഇവിടെ 0 ആകാം, അല്ലെങ്കിൽ ഇവിടെ 1 ആകാം, ഇവിടെ 0 ആവാം, അല്ലെങ്കിൽ 2 സ്ഥലത്തും 1 ആകാം. അങ്ങനെ 2 ഇൻപുട്ട് ഉള്ളത് കൊണ്ട് 2⁻2 = 4. 4 കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. ആ കോമ്പിനേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ട്രൂത്ത് ടേബിളിൽ നോക്കിക്കേ, ഈ എയും ബിയും ഈ പറയുന്ന ഓർ ഗേറ്റിലേക്ക് ഇൻപുട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തൊക്കെയാണെന്നാണ് ഇവിടെ എ ഓർ ബിയുടെ താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന വേരിയബിൾ ആദ്യം 0യും ബി എന്ന് പറയുന്ന വേരിയബിൾ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. കാരണം ഇവിടെ എവിടെയെങ്കിലും 1 ഉണ്ടോ? ഇല്ല, 0 തന്നെയായിരിക്കും. അടുത്തതിൽ എ എന്ന് പറയുന്നത് 0യും ബി എന്ന് പറയുന്നത് 1 ആയിരിക്കും വിചാരിക്കാം. അപ്പം എന്താണ്? ഇൻപുട്ട് ഇത് രണ്ടുമാണ്, ഇതിൽ ഒരെണ്ണം എന്താണ്? 1 ആണ്. ഏതെങ്കിലും ഓർ ഗേറ്റിൽ എങ്ങനെയാണ്? ഏതെങ്കിലും ഒരെണ്ണം 1 വരുവാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി അടുത്ത പ്രാവശ്യം 1 0 1 0യിൽ ഇവിടെ എന്തുണ്ട്? ഒരു 1 ഉണ്ടല്ലേ. ആ 1 എന്ത് ചെയ്യുന്നു? 1 ഉള്ളത് കൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. ഓക്കെ. ഇനി ലാസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 1 1 ആണ്. എയും 1 ആണ്, ബിയും 1 ആണ്. അപ്പം എന്തായിരിക്കും? ഇൻപുട്ടിൽ എന്തുണ്ട്? 1 ഉണ്ട്. സോ അതുകൊണ്ട് ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. ലോജിക്കൽ അഡീഷൻ ആണ്. ഓക്കെ. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ സാധാരണ അഡീഷൻ നടത്തുവാണെങ്കിൽ 0 + 0 0, 0 + 1 1, 1 + 0 1, 1 + 1 എത്രയാണ്? 2 ആണല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ ലോജിക്കൽ അഡീഷനാണ് നടത്താൻ പോകുന്നത്. സോ ലോജിക്കൽ അഡീഷനിൽ 1 + 1 എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് ഒരു ക്യാരി ഉണ്ട്. ആ ക്യാരിയാണ് എന്ത് വന്നിരിക്കുന്നത്? ഇവിടെ ഫൈനൽ റിസൾട്ടായിട്ട് എ ഓർ ബിയുടെ റിസൾട്ടായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു ലോജിക്കൽ ഓർ ഗേറ്റും ഈ ഒരു ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ള ഓർ ഗേറ്റിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2 ഇൻപുട്ട്. അപ്പോൾ ഓർ ഗേറ്റിൽ എങ്ങനെയാണ്? 2ഓ അതിലധികമോ ഇൻപുട്സ് വരാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇൻപുട്ട് 3 എണ്ണമാണ്, എ ബി സി. അപ്പം ഇൻപുട്ട് 3 ആയതുകൊണ്ട് തന്നെ ഇൻപുട്ട് 3 ആണ്. സോ 2⁻3 8 കോമ്പിനേഷനാണ് അവിടെ വരാൻ പോകുന്നത്. ആ 8 കോമ്പിനേഷൻ നിങ്ങൾ നോക്കുക. ആദ്യം 0 0 0, ഇവിടെ 3ഉം 0 ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരുന്നു? എ ഓർ ബി ഓർ സി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ എന്താണ്? 0 0 1 ആണ് വരുന്നത്. സോ ഒരു 1 ഉള്ളതുകൊണ്ട് 1 ആയിരിക്കും. സോ ബാക്കി എല്ലാ കോമ്പിനേഷനിലും 1 ഉള്ളത് കൊണ്ട് എന്തായിരിക്കും? എ ഓർ ബി ഓർ സി എന്ന് പറയുന്നത് ബാക്കി എല്ലാത്തിലും എന്തായിരിക്കും? അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഇത് 3 ഇൻപുട്ടുള്ള ഒരു ഓർ ഗേറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതും പഠിച്ചിരിക്കുക. അപ്പം ഇതിലെ ഈ കോമ്പിനേഷൻ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ, അപ്പം നമ്മളിവിടെ പറഞ്ഞു അല്ലേ, 3 ഇൻപുട്ട് ആണെങ്കിൽ 2⁻3 8 കോമ്പിനേഷൻ വരും എന്ന് പറഞ്ഞു അല്ലേ. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ മാറി മാറി വരുമ്പോൾ ടോട്ടൽ 8 കോമ്പിനേഷൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ്? ഈ ട്രൂത്ത് ടേബിൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ഈസി ആയിട്ട് ഇതിൻ്റെ ഈ കോമ്പിനേഷൻ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ, ഇവിടെ 4 0യും 4 1ഉം ആദ്യം എഴുതാം. ദെൻ 2 0 2 1 2 0 2 1, ഇവിടെ 0 1 0 1 0 1 അങ്ങനെ എഴുതാം. അപ്പം അങ്ങനെ എഴുതുവാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ട്രൂത്ത് ടേബിൾ എഴുതാൻ പറ്റും. കാരണം ഈ കോമ്പിനേഷൻസ് കറക്റ്റ് ആയിരിക്കണം നമ്മൾ എഴുതുന്നത്. സോ 4 0 4 1, ഇവിടെ 2 0 2 1 2 0 അങ്ങനെ എഴുതിപ്പോകുക. ഇവിടെ 0 1 0 1 എഴുതിപ്പോകുക. അപ്പോൾ ലോജിക്കൽ ഓർ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഒരു ഗേറ്റ് പഠിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഓർ ഗേറ്റ് ആണ് പഠിച്ചത്. ഒരു ഗേറ്റ് പഠിക്കുമ്പോൾ ആ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അതിന് എത്ര ഇൻപുട്സ് ഉണ്ട്, എത്ര ഔട്ട്പുട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ട്രൂത്ത് ടേബിളും അതുപോലെ തന്നെ ഓർ ഗേറ്റിൻ്റെ സിമ്പലും പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ഓർ ഗേറ്റ് ക്ലിയർ ആയില്ലേ? ഇതുപോലെ തന്നെ നമുക്ക് നോട്ട് ഗേറ്റും ആൻഡ് ഗേറ്റും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും എല്ലാം കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഷെയർ അവർ വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.